ശ്രീകൃഷ്ണൻ ഒരു ചെണ്ട കയ്യിൽ കിട്ടിയാൽ അത് കൊട്ടാൻ എല്ലാവർക്കും മോഹം ഉണ്ടാവും അല്ലേ? പക്ഷെ മോഹം മാത്രം പോരാ, കഴിവും കൂടെ വേണം അല്ലേ? അത് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുകയും കൂടി വേണം. അത്തരത്തിൽ ആസ്വദിപ്പിക്കാൻ കഴിവുള്ള വയനാടുകാരായ ചില മിടുക്കന്മാരും മിടുക്കിമാരും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ എത്താം. അതെ, എന്താ കാണിക്കുന്നത്? ഇങ്ങനെയൊന്നല്ല, നിങ്ങൾ മാറിക്കേ, ഞാൻ കാണിച്ചു തരാം. ഇതെന്തോ, ഇതാണോ വലിയ സംഭവം? എന്തോ കാണിക്കുന്നേ? ഇങ്ങനെയൊന്നല്ല ചെയ്യാ, ഇങ്ങോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കൊട്ടിയങ്ങ് തകർക്കുവാണ്. എന്തായാലും വയനാട് നിന്ന് എത്തിയ കുട്ടികളാണ് ശ്രീനന്ദ. അതെ, വയനാടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വയനാട് മുണ്ടക്കയം ചൂരൽമല ദുരന്തം ആ ഭാഗത്ത് നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന കുഞ്ഞുങ്ങളാണ്. എന്തായാലും ആ മുണ്ടക്കൈ ഭാഗത്തു നിന്നൊക്കെയാണ് ഇവിടേക്ക് ഈ വാദ്യ ആഘോഷത്തിന് വേണ്ടിയിട്ട്, അതായത് ഇവിടെ എത്തുന്നവരെ രസിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ കൊട്ടി കയറാനും എത്തിയിട്ടുള്ളത്. എങ്ങനെയാ ഈ ഒരു കൊച്ചു ശരീരത്തിൽ നിന്ന് ഇത്രയധികം എനർജിയൊക്കെ വരുന്നത്? ശരീരത്തിലല്ല കാര്യം, പ്രാക്ടീസ്. അതാണ് ശരീരത്തിലല്ല കാര്യം, അവരുടെ മത്സരത്തിലും അവരുടെ പ്രാക്ടീസിലുമാണ് കാര്യം അല്ലേ? പിന്നെ ഞങ്ങളുടെ ആശ, വീട്ടുകാര്, നാട്ടുകാർ ഫുൾ സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. എന്താ പേരെന്താ? അഞ്ജന. അഞ്ജന, എങ്ങനെയാ? വലിയ ആഗ്രഹം തന്നെയാണ്. ഇത്തരത്തിൽ ചെണ്ടയൊക്കെ നല്ല വെയിറ്റ് ഇല്ലേ? വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഞാനാണെങ്കിൽ ഈ ചെണ്ട ആദ്യം വെച്ചപ്പോൾ എനിക്ക് തന്നെ അത് തൂക്കാൻ ഭയങ്കര പാടായിരുന്നു. ഈ കുഞ്ഞു ശരീരത്തിൽ എങ്ങനെ കുട്ടി ഈ ഭാരം ഇത്രയും ചുമക്കുന്ന എനിക്കറിയില്ല. ഡെയിലി പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ഡെയിലി ഉണ്ടായിരുന്നു. മത്സരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഈ സ്കൂളിലൊക്കെ പ്രാക്ടീസ് ഡെയിലി ചെയ്യും. അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? പ്രതീക്ഷിച്ച് എങ്ങനെ പെർഫോം ചെയ്യുന്നത് പേടിയായിരുന്നു. പിന്നെ കൊട്ടി ആ പേടിയൊക്കെ അങ്ങ് മാറി. ശ്രീനന്ദ എന്തായാലും ചെണ്ട കൊട്ടി ശ്രീനന്ദ തുടങ്ങിയപ്പോൾ തന്നെ ആ കുട്ടി വന്നു. അതാണ് പറയുന്നത്, ഐശ്വര്യമുള്ള ആൾക്കാർ തുടങ്ങിയാലേ ബാക്കിയുള്ളത് അങ്ങ് തകർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനും കൊട്ടി, ശ്രീനന്ദയും കൊട്ടി. പിന്നെ നമ്മൾ രണ്ടുപേരും പിന്നെ ഒരു തർക്കത്തിലോട്ട് നിന്നില്ല. അതിനു മുമ്പ് തന്നെ കൊട്ടാൻ അറിയുന്നവർ വന്ന് അങ്ങ് കൊട്ടി തകർത്ത് കളഞ്ഞു. എന്തായാലും അവസാനമായിട്ട് ഇവരുടെ ഒരു ലാസ്റ്റ് ഒരു കൊട്ടും കൂടെ കേട്ടിട്ടൊന്ന് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും. എന്തായാലും ഇനിയൊരു ആവേശത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അപ്പോൾ തുടങ്ങിക്കോ.